അപ്പം ട്രാവൽ ഓഫ് ടുഡേയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈവിംഗ് പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങളൊക്കെ ഓൾറെഡി വരുന്നു എന്നൊരു ന്യൂസ് നമ്മൾ കേട്ടിരുന്നു. അപ്പം ഈ വരുന്ന ഓഗസ്റ്റ് തൊട്ട് അതിനകത്ത് ചെറിയൊരു മാറ്റം വരികയാണ്. അതായത് നമ്മുടെ ടൂ വീലർ ഓടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ചില സ്ഥലങ്ങളിൽ, അതായത് നമ്മൾ ലൂണ അല്ലെങ്കിൽ MIT ഇങ്ങനെയുള്ള വാഹനങ്ങൾ കൊണ്ട് നമ്മൾ 8 എടുത്ത ശേഷം നമ്മൾ റോഡ് ഓടിക്കുമ്പോൾ, അതായത് റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒന്നെങ്കിൽ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ MCWG എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് റോഡിൽ ബൈക്ക് ഓടിച്ച് കാണിക്കണം. അതല്ല മോട്ടോർ സൈക്കിൾ വിത്ത് ഔട്ട് ഗിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിൽ സ്കൂട്ടർ ഓടിച്ച് കാണിക്കുക. നമ്മൾ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഒന്നെങ്കിൽ MIT അല്ലെങ്കിൽ ലൂണ അതുപോലുള്ള വാഹനങ്ങളായിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ ബൈക്കും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഇനിയിപ്പം ഈ വരുന്ന ഓഗസ്റ്റ് തൊട്ട് നിയമം മാറുകയാണ് എന്നൊരു ന്യൂസ് ഓൾറെഡി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ബൈക്ക് ഇപ്പം നിലവിൽ നമ്മൾ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ MIT അല്ലെങ്കിൽ ലൂണ അതുപോലുള്ള വണ്ടിയിൽ നമ്മൾ റോഡ് 8 എടുക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ 8 എടുക്കുമ്പോഴും നമ്മൾ ഏത് കാറ്റഗറി ആണോ സെലക്ട് ചെയ്തിരിക്കുന്നത്, അതായത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്ക് തന്നെ ഉപയോഗിച്ച് നമ്മൾ 8 എടുക്കണം. വിത്തൗട്ട് ഗിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ MIT ലൂണ അങ്ങനെ വണ്ടികൾ തന്നെയല്ല, ലൂണ ഉപയോഗിക്കാം. അതുപോലെ അല്ലെങ്കിൽ സ്കൂട്ടി കാറ്റഗറി വരുന്ന ഐറ്റം ഗിയർലെസ് വാഹനമാണെങ്കിൽ നമ്മൾ റോഡിൽ ഉപയോഗിക്കണം. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മാറ്റം. അപ്പോൾ അത് ഈ 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു വീഡിയോ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ബൈക്ക് ഉപയോഗിച്ച് എങ്ങനെ 8 എടുക്കാം എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോയും പിന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോയും, ഇത് രണ്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനും, ചെറിയ ഡ്യൂറേഷനേ ഉള്ളൂ, സ്കിപ്പ് ചെയ്യാനും മാക്സിമം കാണുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ല ഐക്കണുകളെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എടുക്കുന്ന ആളുകൾക്ക് കോമൺ ആയിട്ട് ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണ് നമ്മുടെ ഓഗസ്റ്റ് മുതൽ. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും അങ്ങനെ ബൈക്ക് എടുക്കുന്നുണ്ട്, എങ്കിലും അത് കോമൺ അല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ നിയമം കോമൺ ആയിട്ടുണ്ട്. അതായത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറുണ്ട്, വിത്തൗട്ട് ഗിയറുണ്ട്. വിത്ത് ഗിയർ എടുക്കുന്നവർക്കാണ് നമുക്ക് ഈ ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടത്തുള്ളൂ. വിത്തൗട്ട് ഗിയർ എടുക്കുന്നവർക്ക് നമുക്ക് സ്കൂട്ടർ, അതായത് ഗിയർലെസ് ആയിട്ടുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. ബൈക്ക് എടുക്കുന്നവർ ഇതുപോലെ നമ്മൾ നോർമലി ബൈക്ക് നമ്മൾ 8 എടുത്ത് കാണിക്കണം. അതായത് 8 ആകൃതിയിലുള്ള ആ കമ്പികൾക്കിടയിൽ കൂടി നമ്മൾ കാല് കുത്താതെ വന്ന് കഴിയുമ്പോഴാണ് 8 ആകുന്നത്. സ്ലോ മോഷൻ ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ ആ റൈറ്റ് സൈഡിലെ കമ്പിയുടെ അടുത്തേക്ക് മാക്സിമം കയറി അവിടെ നിന്ന് ഹാൻഡിൽ ഒറ്റ തിരിക്കാതെ പയ്യെ തിരിച്ച് അടുത്ത പോയിൻ്റായിട്ടുള്ള ഈ കമ്പിയുടെ അടുത്ത് മാക്സിമം എത്തി അവിടെ നിന്ന് തിരിയുമ്പോൾ നമ്മുടെ ഐ ലെവൽ അടുത്തടുത്ത പോയിൻറ്റുകളിലേക്ക്, അതായത് മുമ്പോട്ട് നോക്കുക. നമ്മളൊരു കാരണവശാലും താഴെ നോക്കരുത്. പിന്നെ തിരിയുമ്പം ആ കാലുകൾ വൈഡാക്കി വെക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഏത് സൈഡിലേക്കാണോ നമുക്ക് കാല് കുത്താനുള്ള ടെൻഡൻസി വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ ബോഡി വെയ്റ്റിനെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ ചെരിയുന്ന വണ്ടി നേരെയാകുകയും നമുക്ക് സ്മൂത്തായിട്ട് പാസ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് ഇവിടുന്ന് കയറുമ്പോഴേ നമ്മൾ ഒറ്റ ഹാൻഡിൽ തിരിക്കാതെ പയ്യെ തിരിച്ച് അടുത്ത പോയിന്റിലേക്ക് മാക്സിമം അടുത്തില്ല. എത്രത്തോളം ടയറിൻ്റെ റണ്ണിങ് എത്രത്തോളം നടക്കുന്നുമോ അതനുസരിച്ച് നമുക്ക് കാല് കുത്താനുള്ള ടെൻഡൻസി കുറയും കേട്ടോ. അപ്പോൾ കാല് വൈഡായിട്ട് വെക്കുക. നമ്മുടെ ഐ ലെവൽ, അതായത് നമ്മൾ നോക്കുന്നത് തൊട്ടടുത്ത കമ്പിലേക്ക് നോക്കാതെ നമ്മൾ മുന്നോട്ട് നോക്കുക കേട്ടോ. ഇനി നമുക്ക് സിമ്പിളായിട്ട് കാറിൽ എടുക്കുന്നത് കൂടി ഒന്ന് പരിചയപ്പെട്ടു പോകാം. ട്രാക്കിന് പുറത്തുള്ള വണ്ടി നമ്മൾ ട്രാക്കിലേക്ക് കയറ്റി നേരെ പോകുന്നു. മാക്സിമം നമ്മൾ ആ ട്രാക്കിൻ്റെ സെൻറ്റർ കീപ്പ് ചെയ്ത് പോവുക. കമ്പി എല്ലാം കഴിഞ്ഞ് ട്രാക്ക് കഴിഞ്ഞ് പുറത്തിറക്കി വണ്ടി ബ്രേക്ക് ഔട്ട് നിർത്തുക. ശേഷം നമ്മൾ റിവേഴ്സ് ഇട്ട ശേഷം ക്ലച്ച് സാവധാനത്തിൽ റിലീസ് ചെയ്ത് ആ ഒരു മിനിമം സ്പീഡ് കീപ്പ് ചെയ്ത് നേരെ ബൈക്കിലേക്ക് ഇറങ്ങുന്നു. ഞങ്ങളുടെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് ഏകദേശം ആ ഒരു മിറർ ആദ്യത്തെ കമ്പി കഴിഞ്ഞ് കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളായിട്ട് റൈറ്റ് അടിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുള്ളായിട്ട് റൈറ്റ് അടിച്ച് ലോക്ക് ചെയ്ത് പിടിച്ച ശേഷം നേരെ ബാക്കിലേക്ക് ഇറങ്ങി വരുന്ന വണ്ടി ഏകദേശം സെൻറ്ററാവും. ട്രാക്കിൻ്റെ സെൻറ്ററിൽ കറക്റ്റ് നേരെ ആയി കഴിയുമ്പം 2 റൗണ്ട് ലെഫ്റ്റ് അടിച്ച് സ്റ്റീറിങ് സ്റ്റഡി ആക്കുന്നു. ടയറും സ്റ്റഡിയായി നേരെ ബാക്കിലേക്ക് ഇറങ്ങുന്നു. ബാക്കിലേക്ക് വരുന്ന വണ്ടി രണ്ടാമത്തെ കമ്പി ആ ക്വാർട്ടർ ഗ്ലാസ്സിൽ കണ്ടു കഴിയുമ്പോൾ ഫുള്ള് ലെഫ്റ്റ് അടിച്ച് ലോക്ക് ചെയ്ത് നേരെ ബാക്കിലേക്ക് ഇറങ്ങുന്നു. നേരെ ബാക്കിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ട്രാക്കിന് സെൻറ്ററാകാൻ നോക്കുക. അല്ലെങ്കിൽ ആ വല സൈഡിലെ കമ്പി നമ്മുടെ ഷോൾഡർ റേഞ്ച് വരുമ്പോഴത്തേക്കും 2 റൗണ്ട് റൈറ്റ് ഓടിക്കുക. 2 റൗണ്ട് റൈറ്റ് ഫുള്ള് ലോക്ക് ചെയ്തേക്കുന്ന വണ്ടി 2 റൗണ്ട് റൈറ്റോ ലെഫ്റ്റോ ഓടിച്ചാൽ സെൻറ്ററാവും. ശേഷം നേരെ ബാക്കിലേക്ക് വരുന്നു. ട്രാക്ക് കഴിഞ്ഞ് പുറത്തിറക്കി ബ്രേക്ക് ഔട്ട് നിർത്തുന്നു. വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് ഇട്ട് വണ്ടി ക്ലച്ച് സ്ലോലി റിലീസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു.
നമ്മളൊട്ടും ആക്സിലേറ്റർ ഇവിടെ യൂസ് ചെയ്യാനേ പാടില്ല, ബ്രേക്കും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. നേരെ വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോകുമ്പോൾ തിരിച്ചിറങ്ങി വരുമ്പം എന്തെങ്കിലും ഒരു ചെരിവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അത് മേക്ക് ഓവർ ചെയ്ത് മുന്നോട്ട് വീണ്ടും പോവുക. ട്രാക്ക് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വണ്ടി ബ്രേക്ക് ചവിട്ടി അവിടെ നിർത്തുന്നു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയറിലേക്ക് ഇടുന്നു. ക്ലച്ച് സ്ലോലി നമ്മൾ റിലീസ് ചെയ്യുന്നു. ജസ്റ്റ് മൂവ് ആകുമ്പോൾ സ്പീഡ് മിനിമം സ്പീഡ് കീപ്പ് ചെയ്ത് ബാക്കിലേക്ക് വരുന്നു. അവിടെ നിന്ന് നമ്മുടെ ഒരു അടയാളം വെച്ചിട്ട് രണ്ടാമത്തെ ആ കമ്പി, ഇടത് സൈഡിലെ കമ്പി നമ്മുടെ ക്വാർട്ടർ ഗ്ലാസ്സിൽ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഫുള്ള് ലെഫ്റ്റ് പിടിച്ചിട്ട് ലോക്ക് ചെയ്ത് പിടിക്കുക. നേരെ ബാക്കിലേക്ക് പയ്യെ ക്ലച്ച് പമ്പ് ചെയ്ത് എടുക്കാതെ ഒരേ പൊസിഷനിൽ തന്നെ ആ ക്ലച്ച് ഹോൾഡ് ചെയ്ത് എടുക്കുക. നേരെ ബാക്കിലേക്ക് വരുന്നു. ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് കാണുന്ന കമ്പി, റൈറ്റ് സൈഡിലെ കമ്പി നമ്മുടെ ഏകദേശം ഷോൾഡർ ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ വണ്ടി നേരെയാകും. അല്ലെങ്കിൽ മുന്നോട്ട് തന്നെ നോക്കിയിരിക്കുക. വണ്ടി ലെവലാകുന്ന എപ്പോഴാണോ അപ്പം 2 റൗണ്ട് റൈറ്റ് ഒടിച്ച് നേരെ ആക്കുന്നു. നേരെ ബാക്കിലേക്ക് ഇറങ്ങുന്നു. ഏകദേശം ആ മിറർ കഴിഞ്ഞ് ബോണറ്റ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ള് റൈറ്റ് ഒടിച്ച് ലോക്ക് ചെയ്ത് വീണ്ടും പിടിക്കുന്നു. നേരെ ബാക്കിലേക്ക് പയ്യെ ഇറങ്ങുന്നു. ശേഷം വീണ്ടും മുന്നോട്ട് തന്നെ നോക്കുക. വണ്ടി ട്രാക്കിന് സെൻറ്ററായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ കമ്പി ഷോൾഡർ വന്നു കഴിയുമ്പോൾ നമ്മൾ 2 റൗണ്ട് ലെഫ്റ്റ് ഒടിച്ച് നേരെ ആക്കുന്നേ ഉള്ളൂ, ഫുൾ ഒടിക്കരുത്. 2 റൗണ്ട് ലെഫ്റ്റ് ഒടിച്ച് നേരെ ആക്കി നേരെ ബാക്കിലേക്ക് ഇറങ്ങുന്നു. ട്രാക്ക് കഴിഞ്ഞ് പുറത്ത് വരുന്നു. ഇതാണ് സിമ്പിളായിട്ട് എച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗം കേട്ടോ.